ഹൈക്കോടതിയിൽ നിന്ന് വലിയ വിമർശനം കേട്ടിട്ട് ഉൾപ്പെടെ അതിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും കോടതി ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട് CPM സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ റോഡുകൾ കയ്യേറിക്കൊണ്ട് ജനങ്ങളെ പൂർണ്ണമായും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് പതിവായി മാറുകയാണ്. ഏതായാലും പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡിലാണ് ഇത്തരത്തിൽ വഴി തടഞ്ഞുകൊണ്ട് CPMൻ്റെ സമരം നടന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഇന്ന് രാവിലെ ആളുകളൊക്കെ ഓഫീസുകളിലേക്കും മറ്റ് ജോലിക്കൊക്കെ പോകുന്ന വളരെ പീക്കായിട്ടുള്ളൊരു ടൈം, ആ പീക്ക് ടൈമിലാണ് CPM ഇത്തരത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ റോഡിൻ്റെ ഇരുവശത്തും പന്തൽ കെട്ടിക്കൊണ്ട് നടപ്പാതയും റോഡും കയ്യേറിക്കൊണ്ട് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വഴി തടഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടിക്കൊണ്ട് മറ്റ് വാഹനങ്ങളൊന്നും കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ ഈ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. ജനങ്ങളാണെങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയും ചെയ്തു. പ്രധാനമായിട്ടും ഈ ചെർപ്പളശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന്, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നൊക്കെ പാലക്കാട് നഗരത്തിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾ അവർക്ക് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കും മറ്റുമൊക്കെ പോകണമായിരുന്നു. പക്ഷേ ആ വാഹനങ്ങളൊക്കെ വഴിതിരിച്ച് വിടുകയായിരുന്നു. അതൊക്കെ ഈ ടൗൺ സ്റ്റാൻഡ് ഭാഗത്തേക്ക് വഴിതിരിച്ച് വിടുകയായിരുന്നു. മോയിൻസ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും മേൽപ്പാലം കയറിയോ മറ്റോ സഞ്ചരിക്കേണ്ട തരത്തിൽ വഴിതിരിച്ച് വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങളൊക്കെ വിവിധ ഇടങ്ങളിൽ കടന്നു പോവുകയും നഗരത്തിൻ്റെ വിവിധ കോണുകളിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അതേ സമാന രീതിയിൽ തന്നെ തിരിച്ച് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അതുപോലെ തന്നെ ഈ ജില്ലാ ആശുപത്രി ഭാഗത്തു നിന്നുമൊക്കെ ഈ വിക്ടോറിയ കോളേജ് പരിസരത്തേക്കോ അതല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകേണ്ട വാഹനങ്ങൾ അതും വഴിതിരിച്ച് വിടുകയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാവിലെ തന്നെ ഇങ്ങനെ വഴി അടച്ചുകൊണ്ട് റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് നടത്തിയ സമരം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമരം നടത്തിയിട്ടുള്ള ആ റോഡിൻ്റെ പ്രത്യേകത എന്നുള്ളത് ജില്ലാ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ വാഹനങ്ങൾ പോകുന്ന ആംബുലൻസുകളും മറ്റുമൊക്കെ ജില്ലാ ആശുപത്രിക്ക് പോകുന്നതിന് പ്രധാനമായിട്ടും കടന്നു പോകുന്ന ഒരു പ്രധാന വഴിയാണിത്. ആ വഴിയിലാണ് ഇങ്ങനെ റോഡിൻ്റെ ഇരുവശത്തും പന്തൽ കെട്ടിക്കൊണ്ട് നടപ്പാതയും അതുപോലെ തന്നെ റോഡും കയ്യേറിക്കൊണ്ട് CPMൻ്റെ ഈ സമരം നടത്തിയത് എന്നുള്ളതാണ്.